കോഴിക്കോട് വയോധികരായ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. തടമ്പാട്ട് താഴത്തെ വാടക വീട്ടിലാണ് ശ്രീജയ, പുഷ്പ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒപ്പം താമസിച്ചിരുന്ന സഹോദരനെ കാണാനില്ല. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചെയ്യുന്നുണ്ട്. അഭിന, എപ്പോഴായിരുന്നു ഈ സംഭവം? അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. ആതിര, ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ വീട്ടിൽ ശ്രീജയും അതുപോലെ തന്നെ ശ്രീജയുടെ മറ്റൊരു സഹോദരിയുമാണ് ഇവിടെ താമസിച്ചിരുന്നത്. പുഷ്പ എന്നാണ് പേര്. അതോടൊപ്പം തന്നെ പുഷ്പയ്ക്കൊപ്പം പ്രമോദും, ഈ 3 പേരും ഒരുമിച്ച് വാടക വീട്ടിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി ഇവിടെ തന്നെ താമസിച്ചു വരികയായിരുന്നു. ഇവരുടെ സ്വന്തം സ്വദേശം മറ്റൊരിടത്താണ്. ഇവിടെയുള്ള മറ്റൊരു സഹോദരിയെ മറ്റൊരു ബന്ധുവിനെ വിളിച്ച് ശ്രീജയ ഇന്ന് രാവിലെ 5 മണിയോടുകൂടി മരിച്ച വിവരം മറ്റൊരു ബന്ധുവിനെ വിളിച്ച് അറിയിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ ബന്ധു വീട്ടിലേക്ക് എത്തിയ സമയത്ത് മറ്റ് 2 സഹോദരിമാരും, പുഷ്പയും മരിച്ച നിലയിലാണ് മറ്റൊരു റൂമിലും, അതോടൊപ്പം തന്നെ ശ്രീജയെ മറ്റൊരു മുറിയിലുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. വെള്ള പൊതിച്ച, അതായത് ശരീരം മുഴുവനായും വെള്ള പൊതിച്ച നിലയിലാണ് ഉണ്ടായിരുന്നത്. മുഖം മൂടാതെ കഴുത്തിന്റെ ഭാഗം വരെ വെള്ള മൂടി പൊതിച്ച നിലയിലാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് പോലീസിനെ ബന്ധുക്കൾ, മറ്റു പരിസരവാസികളെല്ലാം തന്നെ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇവിടേക്ക് പോലീസ് എത്തി ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രമോദ് എവിടെയാണ് എന്നുള്ളതിൽ ഒരു വ്യക്തതയും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഈ ഒരു മരണവിവരം അറിയിച്ചതിന് തൊട്ടു പിന്നാലെ ബന്ധുക്കൾ നിരന്തരം പ്രമോദിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ പ്രമോദിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പ്രമോദ് ഫറൂഖിലാണ് അവസാനമായി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിലവിൽ പ്രമോദിന്റെ മൊബൈൽ ഫോൺ എവിടെയാണ് എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല. കാരണം ഇപ്പോൾ ആ ഒരു ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ പ്രമോദിനെ രാവിലെ മുതൽ കാണാൻ ഇല്ല എന്നുള്ളൊരു വിവരവും നമുക്ക് ഇതിനോടകം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ഒരു പരിചയമില്ലാത്ത ആളെ ഈ ഭാഗങ്ങളിൽ കണ്ടതായി പരിസരവാസികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ഭാഗത്തേക്ക് എന്തിനാണ് എത്തിയത് എന്ന് ചോദിച്ചപ്പോൾ പരിസരവാസികളോട് പറഞ്ഞത് പ്രമോദ് വിളിച്ചത് പ്രകാരമാണ് താൻ ഇവിടെ എത്തിയത് എന്നുള്ളത് പറഞ്ഞ് പിന്നീട് ഒന്നും പറയാതെ ഈ ഒരു അപരിചിതൻ ഇവിടെ നിന്നും മാറി നടന്നു എന്നുള്ളതും പരിസരവാസികൾ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങളോളമായി ശ്രീജയ്ക്കും അതുപോലെ തന്നെ പുഷ്പയ്ക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. പ്രമോദിനും ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലോട്ടറി കച്ചവടമാണ് പ്രമോദിന് ഉണ്ടായിരുന്നത്. എന്താണ് മരണകാരണം എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല. അല്പസമയത്തിനകം തന്നെ പോലീസ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ ഇയാൾക്ക് പ്രമോദിന് വേണ്ടിയിട്ടുള്ള അന്വേഷണവും ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി അഭിന, കോഴിക്കോട് വയോധികരായ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. തടമ്പാട്ട് താഴത്തെ വാടക വീട്ടിലാണ് ശ്രീജയ, പുഷ്പ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒപ്പം താമസിച്ചിരുന്ന സഹോദരനെ കാണാനില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും.